നേരത്തെ ഉസ്താദ് അവர்கள் പറഞ്ഞ പോലെ റജബ് മാസം പറഞ്ഞു. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവന്റെ കാരുണ്യം ചെയ്യട്ടെ. ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ഇനി ശഅബാനും റമദാനും ഒക്കെ വരാനിരിക്കുന്നു. അതിനെയൊക്കെ സ്വാഗതം ചെയ്യാനും യാത്രയേക്കാനും ജീവിതത്തിൽ പലതവണ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് നമ്മൾ ജീവിതം ശുദ്ധമാക്കണം. ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളിൽ പടച്ചവനോട് മാപ്പ് പറയണം. അമലുകൾ കുറഞ്ഞു പോയതിനും തെറ്റുകൾ വന്നുപോയതിനും പടച്ചറപ്പിനോട് മാപ്പ് പറയണം. ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തഹഹിരീൻ. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ശുദ്ധിയോടുകൂടെ. മനസ്സിൽ അഹങ്കാരവും അസൂയയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. മനസ്സും ശുദ്ധിയാകണം, ശരീരവും ശുദ്ധിയാകണം, സ്വഭാവം ശുദ്ധിയാകണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നല്ല സ്വഭാവമുള്ളവരാണ്. അങ്ങനെ നല്ലവരായി ജീവിച്ച് മരിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരോട് നല്ല പെരുമാറ്റമാകണം. കുടുംബബന്ധം ചേർക്കണം. ഉമ്മബാപ്പയെ വല്ലാതെ പരിഗണിക്കണം, ബഹുമാനിക്കണം. പണ്ഡിതന്മാരെ ആദരിക്കണം. ഒരു പണ്ഡിതനെയും ഒരു സംഘടനയുടെ പേരിലും ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുകയോ ചീത്ത പറയുകയോ അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യരുത്. നമ്മൾ ഏതെങ്കിലും ഒരാൾ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാവും, അതിൽപ്പെട്ട ആലിമിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്, അല്ലാത്ത ആലിമീങ്ങളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. നമ്മൾ എന്തിനാ അതിലൊക്കെ ഇടപെടാൻ പോകണം? നമ്മൾ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തർക്കുഹു മാലാ യഅനി, ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക. അത് ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ അതിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടരുത്. മനുഷ്യന്മാർക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാരപ്പെടുത്തുക, അതിലൊക്കെ വലിയ ഹരാണ്. ശൈത്താൻ ഇങ്ങനെ ഹരണ്ടാക്കാണ്. നമ്മൾ ആഖിറ നഷ്ടപ്പെടുന്ന പരിപാടിയാണ്. നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും കിടക്കരുത്. കിട്ടുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് കൂടുതൽ പറയാൻ നോക്കണം. ഒരു അൽഹംദുലില്ലാഹ് കൂടുതൽ പറയാൻ നോക്കണം. ഒരു അല്ലാഹു അക്ബർ കൂടുതൽ പറയാൻ നോക്കണം. ഒരു സലാത്ത് കൂടുതൽ ചൊല്ലാൻ നോക്കണം. ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ നോക്കണം. അല്ലാഹു തന്ന സമയങ്ങൾ അത് നമ്മുടെ മുതലാ. അതിങ്ങനെ കഴിഞ്ഞു പോവാണ്. ഓരോ സമയത്ത് ന്യൂ ഇയർ വന്നു, ജനുവരി 1 തലേന്ന് രാത്രി പൊട്ടോട് പൊട്ടു. പിന്നെ കുറെ ആള് കള്ളുടിക്കൽ. എന്തിന്? ന്യൂ ഇയർ വന്നു. അല്പം ചിന്ത ഉണ്ടെങ്കിൽ ആലോചിച്ചൂടെ? കാരണം നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞു പോയനാ നീ സന്തോഷിക്കുന്നത്. നിനക്ക് നേരത്തെ തീരുമാനിച്ച് 60 വയസ്സാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നേരത്തെ 35 ഉണ്ടായിരുന്നു. 36ാമത്തെ കൊല്ലം കഴിയുമ്പോ നിന്റെ 36 കഴിഞ്ഞ് ഇനി കുറഞ്ഞ കാലം. ഇങ്ങനെ ഓരോ കൊല്ലവും കഴിയുമ്പോ ഇങ്ങനെ കുറഞ്ഞു പോവാണ്. ജീവിതം കുറയാണ്. നമുക്കല്ല സന്തോഷം. ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നതിലായിരിക്കണം സന്തോഷം. നമ്മൾ വെറുതെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. അതുകൊണ്ട് അല്ല, ആ കഴിഞ്ഞ കൊല്ലം ധാരാളം അമല് ചെയ്തു, ധാരാളം സലാത്ത് ചൊല്ലി, പണ്ടത്തേനേക്കാളെല്ലാം കൂടുതൽ ഒരുപാട് നല്ല കാര്യം ചെയ്തു, അതിലാണ് സന്തോഷം. അൽഹംദുലില്ലാഹ്, ഓക്കെ. അല്ലാതെ ദുനിയാവിന് വേണ്ടിയല്ല സന്തോഷിക്കേണ്ടത്. നമ്മൾ മരിച്ചു പോകുന്ന ശരീരമാണ് എന്ന് നല്ല ബോധം വേണം. മാഇൻദക്കും യൻഫദു മാഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ അടുക്കലുള്ളൊക്കെ തീർന്നു പോകും, അല്ലാഹുവിന്റെ അടുക്കലുള്ള എന്നും നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ലോകം കിട്ടണം. അതിന് ഈമാനോടെ മരിക്കണം, തഖ്വയോടെ ജീവിക്കണം. നമ്മൾ മനസ്സിൽ ആരോടും വിദ്വേഷവും വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നു. നല്ല മനസ്സോടുകൂടെ ആഖിറം ചിന്തിച്ച് ജീവിക്കാൻ കഴിയണം. അതേ സമയത്ത് ബിസിനസ് നടത്തണം, ജോലി എടുക്കണം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചോദനം നൽകിയ കാര്യങ്ങളാണ്. മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ യഅകുല മിൻ അമലി യദൈ, അധ്വാനിച്ച് ജോലിയെടുത്ത് ജീവിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവനില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ നല്ല ബിസിനസ്, താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസിദ്ദീഖീന വശുഹദാ, വിശ്വസ്തനായി കള്ളത്തരൊന്നും ചെയ്യാതെ വിശ്വസ്തനായി സത്യവാനായി ബിസിനസ് നടത്തുന്നവൻ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും എല്ലാം കൂടെയാണ്. അതൊക്കെ ചെയ്യാം. അതൊക്കെ ഹക്ക് നന്നായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. വേറൊരുത്തന്റെ ഒരു നയക്കാശ് പോലും നമ്മുടെ കയ്യിലായി പോകരുത്. ഒരു സ്ഥാപനത്തിൽ പോലും നമ്മുടെ കയ്യിലായി പോകരുത്. വളരെ ശ്രദ്ധിച്ച് അല്ലാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടുകൂടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കും പള്ളി നിർമ്മിച്ചവർക്കും സ്ഥലം കൊടുത്തവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.